കാലമൊരജ്ഞാത കാമുകൻ കാലമൊരജ്ഞാത കാമുകൻ ജീവിതമോ പ്രിയ കാമുകി കനവുകൾ നൽകും കണ്ണീരും നൽകും വാരിപ്പുണരും വലിച്ചെറിയും കാലമൊരജ്ഞാത കാമുകൻ. സുരേഷേട്ടാ, എന്താടാ രമേശ, ഇന്നലത്തെ കട്ടിറങ്ങിയാ? നീ ഇറക്കി തരുന്ന വാടാ, എന്നാ നീ ഇറക്കിത്ത. എന്തിന്ന് ഇത്ര കിണുക്കാൻ? രമേശൻ പറഞ്ഞത് ശരിയല്ലേ? ഇന്നലെ രാത്രിയിൽ ഓന്റെ വണ്ടിയിലല്ലേ മുക്കറ്റം കുടിച്ചിട്ട് ഇവിടെ എത്തിയത്. ഹലോ സുരേഷ് ഏട്ടനാ, ഒന്ന് രേഷ്മക്ക് ഫോൺ കൊടുക്കുക. ഇതാരാ, അമ്പിളിയാ? ആ ഉണ്ടല്ലോ, ആ രേഷ്മക്ക് കൊടുക്ക. എന്താ അമ്പിളി കാര്യം? അത് ഒരു പൈസ കൊടുക്കാനാ, കുടുംബശ്രീന്ന് ലോൺ എടുത്തില്ലേ, ആ പൈസ കൊടുക്കാൻ. ആ അതെയാ, ഞാൻ കൊടുക്കാലോ. രേഷ്മേ, രേഷ്മേ, മോളെ മാറ് മാറ്, കൈ പൊള്ളും, വിട്ട് ഞാൻ കുത്തിക്കോളാം. ഇതെന്തൊരു മറിമായം. എന്ന് നീ ആലോചിക്കുന്നു? ഒന്നുമില്ല, നിങ്ങൾക്കിന്ന് പെട്ടെന്ന് എന്നോടൊരു സ്നേഹം. നീ വേഗം പോയി ഫോൺ എടുത്തൻ, ഞാൻ ചായ ഉണ്ടാക്കാം. നീ ലോൺ എടുത്ത പൈസ കുറച്ച് പൈസ എനിക്ക് തരണം. നിങ്ങളെ ഷോപ്പിംഗ് കണ്ടേരെ എനിക്ക് തോന്നീനി. ഒരത്യാവശ്യത്തിനാ. എന്തിനാന്ന് എനിക്കറിയാ, കള്ളുടിക്കാനല്ലേ. 5ന്റെ പൈസ ഞാൻ തരൂല. തരൂല എന്ന് പറഞ്ഞാൽ തരൂല. ഇല്ല, പൈസക്കാർ വന്നിരിക്കുന്നു. ആരെങ്കിലും കയ്യിൽ നിന്ന് എനിക്കൊന്ന് കിട്ടുമോ നോക്കട്ടെ. സുരേഷ് ഏട്ടാ പോന്നേ? ദാമോട്ടാ, ഞാനില്ലേ വേറൊരു ആവശ്യത്തിന് അങ്ങോട്ട് പോണത്. നീ ഇപ്പൊ പണിക്കുമല്ലടാ? ഉണ്ട്, പണിയിപ്പോ ലേശം കുറവാന്ന്. എന്നാ പിന്നെ ഞാൻ പോന്നടാ. ദാമോട്ടാ, നിങ്ങളമ്മ കുറച്ച് പൈസ ഉണ്ടോ എടുക്കാൻ വേണ്ടിട്ട്? പണി തുടങ്ങാൻ തരാ. എടാ, എൻ്റെ ഒരു ഉറുപ്പ്യ പോലും ഇല്ല. ഞാൻ പെണ്ണുങ്ങളോട് വാങ്ങിയിട്ട കയ്യിൽ നിന്ന്. നിനക്ക് എന്തിൻ്റെ പൈസ? കള്ളുടിക്കാനല്ലേ? സുരേഷ, തെങ്ങും തേങ്ങയുണ്ട്, തലക്കൂണക്കല്ല. വലിയ പടായും പറഞ്ഞു പോയതല്ലേ, കീശ നിറച്ചും കാശ് കിട്ടിയ. ആ സുകേഷേ, നീയായിരുന്നാ? ആ പഞ്ചായത്ത് സൈറ്റിലെ പണിയപ്പോൾ തുടങ്ങാനാവും? 1 മാസം കൂടി വേണ്ടി വരുമെന്നാ പറയുന്നത്. ഛേ, ഫണ്ടെല്ലാം ബ്ലോക്കായി കിടക്കുന്നുണ്ട്, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. മെറ്റലും സ്റ്റോണും കിട്ടാത്തതാ പ്രശ്നം. ആ സെയ്തലിൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ കണക്കിൽ ആകെ പെശക. നീ ഒന്ന് ചെക്ക് ചെയ്യണം, ഞാൻ ഫയലെടുക്കാം. ഇതാ, ഇത് മുഴുവനായെന്ന് ചെക്ക് ചെയ്യണം, കണക്ക് മുഴുവൻ നോക്കണം.
എന്താ സുരേഷ് ഏട്ടാ രാവിലെ തന്നെ? കൃഷ്ണേട്ടനുണ്ടാ? അകത്തുണ്ട്. എന്തിനാ? പൈസക്കാ? ഒരു അത്യാവശ്യത്തിനാ. പണിയൊക്കെ നിന്നിട്ടല്ലേ ഇത്? ഉണ്ടാവുമെന്നറിയില്ല, ചോദിച്ചു നോക്ക്. സുരേഷാ, പണി തുടങ്ങാൻ ഇനിയും 1 മാസം എടുക്കും. പണി തുടങ്ങുമ്പോൾ എന്നെ വിളിക്കും. കൃഷ്ണേട്ടാ, എനിക്ക് കുറച്ച് പൈസ വേണമായിരുന്നു. നിന്റെ കൂലിയല്ലേ ഞാൻ തന്നതല്ലേ? ഇതാ ആ കണക്കാ ഇപ്പം നോക്കുന്നേ. നിങ്ങളെ പണിക്കാരെ പോറ്റി ഞാനിപ്പോൾ മുട്ടോളം കടത്തിലായി. ഒരു അത്യാവശ്യത്തിനാ, പണിയെടുത്ത് ഞാൻ തീർത്തോളാം. എന്താ നിനക്ക് ഇത്ര അത്യാവശ്യം? കള്ളു കുടിച്ച് കളയാനല്ലേ? നീ പോയേ, രാവിലെ തന്നെ ആളെ പ്രാന്താക്കാൻ വേണ്ടിയിട്ട്. കള്ള് കുടിക്കാനല്ല, സത്യം. പിന്നെന്തിനാ? നിന്റെ ആരെങ്കിലും ഹോസ്പിറ്റലുണ്ടോ? ആ അതന്നെ. ആര്? ഓള്. ഓളാ? ഓൾ ഇന്നലെ തൊഴിലുറപ്പ് പണിക്കുന്നത് ഞാൻ കണ്ടില്ല. ബാത്റൂമിൽ തലവിറ്റ് വീണതാ. പയ്യന്നൂർ ഹോസ്പിറ്റലായില്ലേ? ഹോസ്പിറ്റൽ കേസല്ലേ? എങ്ങനെയെങ്കിലും വേഗം തരണം. പണിയൊക്കെ സ്റ്റക്കായിട്ടാണ് ഉള്ളത്. നിന്റെ മൊബൈലിൽ മറ്റേതുണ്ടാ? ഛേ, എന്ന് സുരേഷ് ഏട്ടാ? വയസ്സായില്ലേ? എന്നിട്ടും ആ സോക്കട മാറിയിട്ടേ. എടാ, നിന്റെ മൊബൈലിൽ പൈസ അയക്കുന്നുണ്ടോന്ന്? ഓ അതാ. ഉണ്ട്. എന്തേ? ഒന്നുമില്ലപ്പാ. സുരേഷേ, 5000 രൂപയുണ്ട്. എണ്ണി നോക്കിക്കോ. പെട്ടെന്ന് തിരിച്ചു തരണം. എന്താ നേശേ? മെറ്റലും സ്റ്റോണും തീർന്നിരിക്കുന്നു. ഗഫൂർച്ചാര സൈക്കിളിൽ പണി നിന്നിട്ടില്ലത്. മണ്ണിടിച്ചൽ കാരണം സ്റ്റോണും മെറ്റലും എടുത്ത് നിർത്തി വെക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രത്യേക ഉത്തരവ് ഇറക്കിയിട്ടല്ലത്. ഗവൺമെൻറ് പിന്നെന്താ ചെയ്യുക? 3 ആളിലെടുക്കുക വേണം 30 ആൾ കൊള്ളുന്ന വീട്. ഇത് കളിച്ച് കുയിക്കാനല്ലാതെ അത് നേർത്താൻ ആരെങ്കിലും നോക്കുന്നുണ്ടോ? അതുകൊണ്ടെന്താ ഇപ്പോൾ ഭൂമി തന്നെ എല്ലാം അങ്ങ് തീരുമാനിക്കണേ. ആ ജോസഫ് കുറേ പൈസ തരാനില്ലേ? അത് പോയിട്ട് നീ വാങ്ങിച്ചിട്ട് വാ. ഓക്കെ ബോസ്. ഞാൻ പോകുന്നു കൃഷ്ണേട്ടാ. നീ ഇതുവരെ പോയില്ലേ? ഇല്ല, ഈ നമ്പറിലേക്ക് ഈ പൈസ ഒന്ന് അയച്ചു കൊടുക്കണം. ഇത് നേരത്തെ നിനക്ക് പറഞ്ഞൂടെ സുരേഷാ? ഇത് ഹോസ്പിറ്റലിലെ നമ്പറാ? അതെ. സുരേഷ് അയച്ചിട്ടുണ്ട്. എന്നാ ആ പൈസ ഇങ്ങോട്ട് താ. സുരേഷ് ഏട്ടൻ ഉണ്ടാടാ? ആ, രാവിലെ പൈസ ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാനിട്ട് ദേഷ്യം പിടിച്ചിറങ്ങിയതാ. നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ പറ്റിച്ചാ? ആ 5 പൈസ കൊടുക്കണ്ട കൃഷ്ണേട്ടാ, വെറും പറ്റിപ്പാണ്, പറ്റിപ്പ്. എന്നാ ശരി. സുരേഷാ, എന്നോടിത് വേണ്ടായിരുന്നു. പറ, നീ ആർക്കാ പണം അയക്കാൻ പറഞ്ഞത്? വേഗം അവരോട് തിരിച്ചയക്കാൻ പറഞ്ഞോ, ഇല്ലേ അങ്ങനെ സ്വഭാവം നീ ശരിക്കറി. വേഗം എൻ്റെ പൈസ തിരിച്ചു തന്നോ, ഇല്ലെങ്കിൽ എൻ്റെ തനി കൊണം നീ എറി. സുരേഷ് ഏട്ടാ, നിങ്ങൾ ചൊർക്ക് കണ്ട പൈസ തിരിച്ചു കൊടുത്തേ. ഇല്ല സുകേഷേ, ഇത് തിരിച്ചു കൊടുക്കാനുള്ള പൈസയല്ല, ഇനിയും കൊടുക്കാനുള്ളതാണ്. കോടികൾ കൊടുത്താലും മതിയാകില്ല. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. എന്തൊക്കെയാണോ നീ പുലമ്പുന്നത്? മര്യാദക്ക് എൻ്റെ പൈസ തന്നോ. കൃഷ്ണേട്ടാ, നിങ്ങളെ പൈസ ഞാൻ പണിയെടുത്ത് തീർക്കും. നിങ്ങളെ അയച്ച ആ പണമുണ്ടല്ലോ, അത് അവർക്കുള്ളതാണ്, നമ്മുടെ സഹോദരങ്ങൾക്ക്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ആ പണം ഞാൻ അയച്ചത്. സുരേഷാ, ഇത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അയച്ചാ അത് ഞാൻ അയച്ച പോലെ ലാവല്. അതിനെന്താ കൃഷ്ണേട്ടാ? സുരേഷ് ഏട്ടാ, നിങ്ങൾ വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ്. അതെ സുരേഷ്, നിങ്ങളിപ്പോൾ ഉള്ളവരാണ് ഈ നാട് സ്വന്തമാക്കുന്നത്. മനുഷ്യർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, നന്മ. നന്മ ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രമേ ഈ ലോകത്തെ മുൻപോട്ടേക്ക് നയിക്കാൻ പറ്റൂ.